ചേകനൂർ മൗലവി എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് മർക്കസ് ദേവക്കാർ അറിയാതെ പറഞ്ഞത്. സിഹിർ മിയറാജ് ചേകനൂർ നിഷേധിച്ചിട്ടുണ്ട്, ഇവരും ശരിക്കുന്നു. സിറാത്ത് പാലം ചേകനൂർ നിഷേധിച്ചു, ഇവരും ശരിച്ചു. ഖബർ ശിക്ഷ ചേകനൂർ നിഷേധിക്കുന്നു, ഇവരും ശരിക്കുന്നു. നെസ്ക് ചേകനൂർ നിഷേധിക്കുന്നു, ഇവരും ശരിക്കുന്നു. ചന്ദ്രൻ പറഞ്ഞത് ചേകനൂർ നിഷേധിക്കുന്നു, ഇവരും ശരിക്കുന്നു. സിഹിർ ചേകനൂർ എന്നോ നിഷേധിച്ചു, ഇവരും ശരിക്കുന്നു. ഈച്ചൻ്റെ ഹദീസ് ഈച്ച ജ്യൂസ് എന്ന് പറഞ്ഞ് ശരിക്കുന്നു. ഇവർ പറഞ്ഞറിയോ അത് ഇപ്പോഴത്തെ ഈച്ചല്ല, അജ്ഞാത ഈച്ച. കാരണം റസൂൽ പറഞ്ഞ ഈച്ചൻ്റെ ചിറകിലാണ് വശമുള്ളത്, നമ്മുടെ നാട്ടിൽ ഈച്ച കാലുമിലാണ് വശമുള്ളത്. അതുകൊണ്ട് അജ്ഞാത ഈച്ച നിഷേധമാണ്. വ്യഭിചാരി എറിഞ്ഞു കൊല്ലണം, ചേകനൂർ നിഷേധിക്കുന്നു, മർക്കസ് ദേവൻ നിഷേധിക്കുന്നു. അള്ളാഹുവിന്റെ ഇറക്കം ചേകനൂരികൾ പരിഹസിക്കുന്നു, ഇവർ പരിഹസിക്കുന്നു. സംഗീതം ചേകനൂരികൾക്ക് ഹലാലാണ്, ഇവർക്ക് ഹലാലാണ്. സംസം വെള്ളം അത് വ്യാജ വെള്ളമാണെന്നാണ് പറയും, ഇവർ പറഞ്ഞ് പരിഹസിക്കുന്നു. ദജ്ജാലിന്റെ വിഷയം ചേകനൂരികൾ തള്ളുന്നു, ഇവരും തള്ളുന്നു. ഹജ്ജുൽ അസ്വദ് രണ്ടു കൂട്ടർക്കും യോജിക്കാൻ കഴിയാത്ത കാര്യം. താടി ചേകനൂരികൾ പരിഹസിക്കുന്നത്, ഇവർ പരിഹസിക്കുന്നത്. പിശാച് ബാധ ചേകനൂരികൾ പരിഹസിക്കുന്നു, ഇവർ പരിഹസിക്കുന്നു. ഈസാനിയുടെ പുനരാഗമനം, ഈസാനി മരിച്ചു എന്നാണ് ചേകനൂരികൾ പറഞ്ഞത്, ആ ഹദീസിനെ വിമർശിക്കുന്നുണ്ട്. ഖുർആനെതിരായ ഹദീസുകൾ ഉണ്ടാവുന്നതാണ് ചേകനൂരികളുടെ വാദം, അതിനാണ് മർക്കസ് ദേവന്റെ വാദം. ബുഖാരി കള്ള ഹദീസിന്റെ ചേകനൂരിന്റെ വാദം, അതിനാണ് മർക്കസ് ദേവന്റെ വാദം. മലക്കുൽ മൗത്തിന്റെ ഹദീസ് സ്വീകാര്യമില്ലെന്നാണ് ചേകനൂരിന്റെ വാദം, അതിനാണ് മർക്കസിന്റെ വാദം. അജ്വാക്കാരന്റെ ഹദീസ് സ്വീകാര്യമില്ലെന്നാണ് ചേകനൂരിന്റെ വാദം, അതിന് മർക്കസ് ദേവന്റെ വാദം. അതുപോലെ മുസാനി വസ്ത്രവുമായി മുസാനിന്റെ വസ്ത്രം കല്ലുകൊണ്ടോടി സംഭവം അത് സ്വീകാര്യമില്ലെന്നാണ് ചേകനൂരികൾ പറഞ്ഞതിന്റെ മർക്കസ്. ഇതൊക്കെ നിങ്ങൾ ചേകനൂരിയാക്കാൻ പറഞ്ഞല്ലേ, നിങ്ങൾ ചേകനൂരി ആകരുത്, അവിടേക്ക് പോകരുത്.